ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നെഹ്റു പാർക്കിൽ നിന്ന് ആരംഭിച്ച സ്വാതന്ത്ര്യദിനാഘോഷ റാലി നഗരം ചുറ്റി നിർമ്മല സ്കൂളിൽ സമാപിച്ചു. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം മൂവാറ്റുപുഴ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. നെഹ്റു പാർക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി ദേശീയ പതാക ഉയർത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു. പോലീസ്, ഫയർഫോഴ്സ്, SPC, NSS എന്നിവരുടെ നേതൃത്വത്തിൽ ദേശീയ പതാകയെ സല്യൂട്ട് ചെയ്തു. തുടർന്ന് നെഹ്റു പാർക്കിൽ നിന്നും നഗരം ചുറ്റി സ്വാതന്ത്ര്യദിന ആഘോഷ റാലിയും നടത്തി. വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും നാട്ടുകാരും നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരും സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കാളികളായി. സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം വിളിച്ചോതുന്ന വിവിധ തരത്തിലുള്ള വേഷവിധാനങ്ങളും ധരിച്ചാണ് വിദ്യാർത്ഥികൾ സ്വാതന്ത്ര്യദിനാഘോഷ റാലിയിൽ പങ്കെടുത്തത്. സ്വാതന്ത്ര്യദിനാഘോഷ റാലി ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നിലായി ഇതുവഴി കടന്നു വരുന്നു. സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയാണ്. രാജ്യത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം പ്രവേശിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കും. നിർമ്മല സ്കൂളിൽ സമാപിച്ച റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്തു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും മാർഗത്തിൽ ഒരു ജനത സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുത്ത ഐതിഹാസികമായ പോരാട്ടമാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ ദേശീയ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത ധീരദേശാഭിമാനികളായ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് മൺമറഞ്ഞു പോയ നേതാക്കന്മാർ നമ്മൾക്കുണ്ട്. മഹാത്മാഗാന്ധിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും BR അംബേദ്കറും മൗലാന അബുൽ കലാം ആസാദും സർദാർ വല്ലഭായ് പട്ടേലും തുടങ്ങി ഇന്ത്യയിൽ ഒടുങ്ങാത്ത ദൈക്ഷണാശാലികളായ നേതാക്കന്മാരാണ് അന്ന് ഈ രാജ്യത്തെയും ജനതയെയും നയിച്ചത്. സൂര്യസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഈ രാജ്യത്തെ ഒന്നിച്ചണിനിരത്താൻ വേണ്ടി ഒരു യുഗത്തിന്റെ പോരാട്ടമാണ് നമുക്ക് വേണ്ടി വന്നത്, ഒരു നൂറ്റാണ്ടിന്റെ പോരാട്ടം. സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി നഗരസഭയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വാർഡ് കൗൺസിലർമാർ, വിദ്യാർത്ഥികൾ, അധ്യാപകർ, പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.